അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ഹോം വെയർ കളക്ഷനാണ്. നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു, കാരണം എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ വീട്ടിലാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും എൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും ദിവസം വീഡിയോസ് ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത കളക്ഷനാണ്. 399 ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഹോം വെയർ കളക്ഷനാണ്. ഒരു എയർലൈൻ പാറ്റേണായിട്ടോ വരുന്നത്. ഈ പ്രാവശ്യം നമ്മളൊരു പോക്കറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ടൈ ചെയ്യാൻ വള്ളി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എയർലൈൻ പാറ്റേൺ. നെക്ക് വരുന്നത് ഈ ഒരു നെക്കാണ്. ഇനി സ്ലീവ് ആണെങ്കിൽ നമ്മളോട് ഒരുപാട് പേര് എൽബോ കൊടുക്കാവോ ചോദിച്ചിട്ട് നമ്മൾ എൽബോ സ്ലീവ് കൊടുത്ത് ജസ്റ്റ് ഒരു പഫൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇത് നമ്മൾ 3 കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബ്രൗൺ, സെക്കൻഡ് വൺ റെഡ്, ലാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ്. ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേണാണ്. അത് നമ്മൾ എനിക്ക് തോന്നുന്നു 3 ഡിഫറെൻറ്റ് പ്രിൻറ്റിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റാണ്. ഫസ്റ്റ് കളർ ഈ ബ്രൗണ്, സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു റെഡ്. ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാവോ? ഈ ഒരു റെഡാണ് വരുന്നത്. അതിൻ്റെ തന്നെ നേവി ബ്ലൂ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ നേവി ബ്ലൂ വരുന്നത്. അടുത്ത പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാം സിമിലർ ആയിട്ടുള്ള പ്രിൻ്റുകളാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യത്യാസം പോലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഇതാണ് സെക്കൻഡ് പ്രിൻ്റ് വരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ്. ഇനി അതിൻ്റെ തന്നെ റെഡും വരുന്നുണ്ട്. ഇത് നമ്മൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 399. നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നത് ഇതാണ്. നേവി ബ്ലൂവിൽ റെഡ് വരുന്ന കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുന്നത് ബ്രൗണിൽ നേവി ബ്ലൂ വരുന്ന കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുന്നത് റെഡിൽ നേവി ബ്ലൂ വരുന്ന കോമ്പിനേഷൻ. അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ വീഡിയോയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക, നിങ്ങളുടെ സൈസും പറയുക. അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം. അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്യുക, ഓർഡർ കൺഫേം ആക്കുക. പിന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ വൈകുന്നുണ്ട്, ചിലർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ഉടനെ പരിഹാരം ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കോട് കൂടി നമ്മുടെ വെബ്സൈറ്റിൻ്റെ വർക്ക് ശരിയാവും. പിന്നെ നമുക്ക് അതിലൂടെ പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്മളുമായിട്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ വേഗം മെസ്സേജ് അയച്ചു.